സന്തോഷ്. നമ്മൾ കിങ് മേക്കേഴ്സ് ക്ലബ്ബിൽ പരിചയപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സൊക്കെ? വണ്ടർഫുൾ. ഒരുപാട് നമുക്ക് ടേക്ക് അവേസ് ഉണ്ട്. നമുക്ക് നമ്മൾ ഡേ 1 ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കിട്ടിയ റിവോർഡ്സ് വളരെ നല്ലൊരു ടേക്ക് അവേ ആണ്. ആൻഡ് നമുക്കത് ഹൗ ടു ഇംപ്ലിമെൻറ്റ് എന്നുള്ള ഒരു ലെവലിലോട്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഡെപ്ത് അതിനുള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോയി. എന്ത് നഷ്ടപ്പെട്ടു? ഫ്ലോ വെച്ചാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അത് കുഴപ്പമില്ല. ശരി, ഞാനപ്പോൾ തുടങ്ങാം. ഞാൻ ഇവിടെ വന്നത് കിങ്സ് ക്ലബ്ബിലുണ്ട്. കിങ്സ് ക്ലബ്ബിൽ നിന്ന് കിങ് മേക്കേഴ്സിലോട്ട് ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഞാനത് കിങ് മേക്കേഴ്സിൽ ജോയിൻ ചെയ്യുമെന്നല്ല ഞാൻ വന്നത് ജസ്റ്റ് എന്താണെന്നുള്ള കിങ് മേക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് പഠിക്കാൻ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ലെവൽ 2ൻ്റെ ക്ലാസ്സാണ്. എന്നാലോ ലെവൽ 2 എന്ന് വെച്ചാൽ ലെവൽ 1 എന്താണെന്നുള്ളത് ആ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നു. അത് എന്താണെന്ന് ഞാനിപ്പോൾ ഒന്ന് പറയാം. എന്താണ് ലെവൽ 1? ലെവൽ 9 ലെവൽ ഓഫ് ബിസിനസ്. ഓക്കെ, അതിൽ ലെവൽ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഫൗണ്ടറാണ്. സോറി, ലെവൽ 2ൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ, ലെവൽ 1ൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൗണ്ടറാണ്. ഓക്കെ, ഫൗണ്ടർ എന്ന് പറയുന്നത് 30 to 1 CR ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി. ഇപ്പം നമ്മൾ ആദ്യം ഒരു ഡ്രീമറായിട്ട് നടക്കുമല്ലോ. അപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ 9 ലെവൽ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 9 ലെവൽ ഓഫ് ബിസിനസ്, അതിൽ ലെവൽ 2 എന്ന് പറയുന്നത് ഫൗണ്ടർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. അതിൽ നമ്മൾ 30 to 1 CR ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആയിരിക്കും. അവിടെ ഉള്ള മെയിൻ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ക്യാൻ ഐ സർവൈവ്. ഓക്കെ, അതിൻ്റെ അവിടെ ഉള്ള ഹൗ ക്യാൻ ഐ സർവൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ആ ലെവലിൽ സർവൈവ് ചെയ്യും. ആ 30 to 1 CRനകത്ത് ബ്രേക്ക് ത്രൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൂ ക്യാൻ ഐ ഗൈഡ് മീ. നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ആരായിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കുള്ള പ്രോബ്ലം ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. നമുക്ക് ഇപ്പോൾ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനോ അതിനകത്ത് വലുതാക്കാൻ നമ്മൾ ഫണ്ട് ഉണ്ടാവില്ല. നമ്മളപ്പോൾ കസ്റ്റമറിൻ്റെ ഫണ്ട് അഡ്വാൻസ് ഒക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ബിസിനസ് നമുക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് ഫെയിൽ ഫാസ്റ്റ്. ഈ ഫെയിൽസ് വി ക്യാൻ ട്രാൻസ്ഫർ ടു അതർ ബിസിനസ് ഈസിലി. ഓക്കെ, അതാണ് ആ ലെവൽ 2ലെ ഫൗണ്ടർ എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. രണ്ടാമത്തത് അടുത്ത ലെവലിലോട്ട് നമ്മൾ പോകുന്നത് അടുത്ത ലെവലിൽ നിന്ന് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ലെവലാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ 1 CR to 3 CR ടേൺ ഓവറും പ്രൈമറി ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നത് വാട്ട് ടു ഡു ടുഡേ. ഇന്ന് കാലത്ത് നമ്മൾ എണിച്ചിട്ട് ആ ലെവലിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് എണിച്ചിട്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു അപ്പോഴായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ വാട്ട് ടു ഡു ടുഡേ, അതാണ് എൻ്റെ ഈ ഒരു ലെവല്. അല്ലല്ല, ഈ ഒരു പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതായത് ഈ സാഹചര്യങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും കാലത്ത് എണീക്കും. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഞാൻ ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും കാലത്ത് എണീറ്റിട്ട് ഇനി ഇന്നെന്താ ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ത്രൂ ഈ വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത് എല്ലാ ദിവസവും ഞാൻ അത് നമ്മുടെ സ്റ്റാഫിനോട് പറയണ്ടായിരുന്നു. നിങ്ങളെന്താ എല്ലാ ദിവസവും കാലത്ത് വന്നിട്ട് എന്താണ് ഇന്ന് ചെയ്യാനുള്ളത് എന്നുള്ളത് ടു ഡു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കി അതിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ആ ലെവലിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും. പിന്നെ അതിനകത്തുള്ള ബ്രേക്ക് ത്രൂ ക്വസ്റ്റ്യൻ എന്നുള്ളത് ലുക്കിംഗ് ഫോർ പ്രോഫിറ്റബിൾ കസ്റ്റമർ ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും കസ്റ്റമറിന് വിറ്റ് കുറച്ച് ശതമാനം കടത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ പ്രോഫിറ്റബിൾ കസ്റ്റമറെ ആ പ്രോഫിറ്റബിൾ കസ്റ്റമർ ആയിരിക്കണം നമ്മളെ ടാർഗറ്റ്. അവരെയാണ് നമ്മൾ മീറ്റ് ചെയ്ത് പോകണം. അതായത് നമുക്കൊരു എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ELV സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് 10% മാർജിനിലും ബിസിനസ് ചെയ്യാം, 30% ചെയ്യാം, 50% ചെയ്യാം, ഡിപ്പെൻസ്. അപ്പോൾ ഞാൻ ഏറ്റവും മാർജിൻ തരുന്ന കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്ത് പോകണം. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം ഇതിനകത്ത് നമുക്ക് ലാക്ക് ഓഫ് ലീഡറാണ്.
അപ്പോൾ നമുക്ക് ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ അറിയത്തില്ല. അപ്പോൾ പ്രോഫിറ്റബിൾ കസ്റ്റമർ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, ആ ഒരു ചാലഞ്ച് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വഴി PMP ആണ്. കാരണം ഞാനൊരു സൊല്യൂഷൻ കൊടുക്കുന്നു, ആ സൊല്യൂഷൻ്റെ വില ഫോർ എക്സാമ്പിൾ 1000 BD എന്ന് വെച്ചോളൂ. അതേ സൊല്യൂഷൻ വേറൊരു നല്ല റെപ്യൂട്ടഡ് കമ്പനി അതേ പ്രൈസിന് കൊടുക്കും. അപ്പോൾ അവർ ആർക്ക് കൊടുക്കും? റെപ്യൂട്ടഡ് കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ അവിടെ എന്നെ പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നെഗോഷിയേറ്റ് താഴോട്ട് പോകും. സാർ അവിടെ അവർ 1000 ദിനാർ തന്നു, അപ്പോൾ ഞാൻ 900 BD തരാം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലെവൽ കുറച്ച് ഞാൻ താഴോട്ട് പോകും. ലെവൽ കുറയ്ക്കുമ്പോൾ കസ്റ്റമറിന് വിശ്വാസം നഷ്ടപ്പെടും. ഇവൻ തരുന്നതിൽ മായം ചേർക്കും എന്നുള്ളൊരു ഇഷ്യൂ വരുന്നത്, ക്രെഡിബിലിറ്റി പോകും. അപ്പോൾ അതും ഒരു ചാൻസ് ആണ്. അതായത് നല്ല പ്രീമിയം കസ്റ്റമറെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ലോക്കൽ കസ്റ്റമർക്ക് നമ്മൾ ഈ പ്രോഫിറ്റബിൾ കസ്റ്റമർ എന്ന കാറ്റഗറിയിലാണ് ഞാൻ പറയുന്നത്. പ്രോഫിറ്റബിൾ കസ്റ്റമർ ഈസ് എ പ്രീമിയം കസ്റ്റമർ. അവർക്ക് ക്വാളിറ്റിയാണ് വേണ്ടത്. ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ വലിയ കമ്പനീസ് കൊടുക്കുന്ന അതേ ലെവലിൽ തന്നെ നമ്മൾ നിൽക്കുകയും വേണം. അതേ സമയത്ത് നമ്മൾ അവരെക്കാൾ ബെറ്റർ ആണെന്ന് കസ്റ്റമർ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒറ്റ വഴി PMP ആണ്. PMP എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക് മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയിക്കുക. അപ്പോൾ കസ്റ്റമർക്ക് ട്രസ്റ്റ് വരും. ആ ട്രസ്റ്റ് വരാൻ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വെബ്സൈറ്റിൽ നമ്മളുടെ സ്റ്റാർ കാറ്റഗറി അല്ലെങ്കിൽ കമൻസ്, നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് പറയുന്ന കമൻസിൽ നല്ല ബെറ്റർ കമൻസ് ഒക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞാൽ, അതായത് നമ്മൾ പറയുന്നതിനേക്കാൾ കാണിച്ചു കൊടുക്കുമ്പോൾ പ്രൂഫ് കൂടും. അതിനൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ടു ബിൽഡ് എ ലോയൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. നേരത്തെ നമ്മൾ ചെയ്തത് പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ലോയൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് എപ്പോഴും ബേസ് കസ്റ്റമേഴ്സ് ആണ്. അവര് നമുക്ക് ആദ്യം നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി ഓടി, അത് കഴിഞ്ഞ് പ്രോഫിറ്റബിൾ കസ്റ്റമറിനെ നോക്കി ഓടി, ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ ലോയൽറ്റി ഉള്ള കസ്റ്റമർ നമ്മളെ വിളിച്ചാൽ സന്തോഷ്, ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്, പെട്ടെന്ന് വാ, നിങ്ങൾക്ക് BOQ എടുത്തിട്ട് പ്രൈസ് വാ എന്ന് പറയാൻ ഉള്ള കസ്റ്റമർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ശരിക്കും PMP-യിലൂടെ നമ്മൾ ശരിക്കും ട്രസ്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രസ്റ്റ് മാത്രമല്ല, നമ്മൾ എന്താണെന്ന് നമ്മൾ പ്രീസെയിൽസ് ചെയ്യുക. പ്രീസെയിൽ ഓഫ് കോഴ്സ് പ്രീസെയിൽ, പക്ഷെ അവിടെ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടറെ എവിടെ കിട്ടും എന്നാണ് ഓൾവേസ് കസ്റ്റമറുടെ സെർച്ച്. അതായത് ഓഫ് കോഴ്സ് അതിൽ പല സിനാരിയോസ് ഉണ്ട്. അതിലൊന്ന് ചിലപ്പോൾ ബഡ്ജറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ക്രൈറ്റീരിയാസ് ഉണ്ടാവും. നമ്മൾ ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ അനൗൺസ്മെന്റ് ആണ്. അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളെ അനൗൺസ് ചെയ്യാണ്, ഞാൻ ഒരു ഈ റെപ്രസെന്റിങ് ദിസ് കമ്പനി and I have this kind of products and services എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നമ്മളെ ശരിക്കും പിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ പിച്ച് ചെയ്യുമ്പോൾ ശരിക്കും ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടവരും വേണ്ടാത്തവരൊക്കെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യും. PMP-യിൽ വരുന്നത് നമുക്ക് 2 കാറ്റഗറി ഓഫ് ആൾക്കാർ അവിടെ പിരിയും. ഒന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്നവര്, മറ്റൊന്ന് ഇഷ്ടപ്പെടാത്തവര്. പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നതും അതേ വീഡിയോ ഇപ്പോൾ കമേഴ്ഷ്യൽ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങളുടേത് മുഴുവനും കമേഴ്ഷ്യലായിട്ട് കണക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ കമേഴ്ഷ്യലായിട്ട് യൂട്യൂബിൽ തീർച്ചയായിട്ടും ഇടണം. കാരണം അതാണ് ദ ബേസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ബേസ് ഓഫ് ദ പ്ലാറ്റ്ഫോം. നേരെ അതുകൊണ്ട് ടിക്ടോക്കിൽ ഇട്ടിട്ട് കാര്യമില്ല. ടിക്ടോക്കിൽ കാര്യമില്ല എന്നല്ല, നിങ്ങൾ അവതാർ എന്ന് പറയുന്ന സംഭവം എവിടെയാണുള്ളത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യും. അതെ, നമ്മുടെ ഒരു നിഷ് മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ആവും, നമ്മുടെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ്. അപ്പൊ അതിനകത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമർ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇവന് നമ്മുടെ വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആയിരിക്കും, നമ്മളുടെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും. സോ ഇതാണ് അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത്, കാരണം അവർ മൊബൈലിൽ ഈസി ആയിട്ട് ഇത് ആക്സസിബിൾ ആണ്. സോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ, സോ ഞാൻ അഗൈൻ കം ടു ദ പോയിന്റ്, സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ സോഷ്യൽ മീഡിയയും നമ്മൾ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോഷ്യൽ മീഡിയ മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം എന്നല്ല. ടിക്ടോക്കിൽ വേണമെങ്കിൽ നമുക്ക്, കാരണം അതാണ് നമ്മുടെ ക്രെഡിബിലിറ്റി. നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ക്രെഡിബിലിറ്റി.